ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അസാധാരണമായൊരു സന്ദേശം കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും. നിങ്ങളുടെ വിശ്വാസം കുതിച്ചു വരും. നിങ്ങൾക്ക് പുതിയൊരു പ്രത്യാശയുണ്ടാകും. പ്രത്യാശ ക്രിസ്തുവിൻ്റെ വരവാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വലിയൊരു പ്രത്യാശ കർത്താവ് തരുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ എൻ്റെ വിഷയം, ഞാനും നീയും ഒരു നിത്യജയാളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കാലത്തോളം, മരണം വരെ നിത്യജയാളിയായിട്ട് ജീവിക്കാം. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാം. പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും അതാണ് ഓർമ്മ വരുന്നത്. ഒരിടത്തൊരു ചെറുക്കനൊരു കല്യാണാലോചന വന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു, നമുക്കൊന്ന് വേണം അന്വേഷിക്കാനുള്ള പെണ്ണെങ്ങനെ ഉണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടുമുട്ടി പരിചയപ്പെട്ടിട്ട് വീട്ടിൽ പറയുകയാണ്. ഇത് പഴയ കാലത്തെ കഥയാണെന്ന് വിചാരിച്ചാട്ടെ. പറഞ്ഞ് നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഒരാളിനെ വിട്ടു. അയാൾ അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ഒക്കെ പോയി ചോദിച്ചു, നിങ്ങളുടെ സഭയിലെ വിശ്വാസിയാണല്ലോ? ആ, നല്ല പെണ്ണാണ്. എന്താ കാര്യം? ഒരു കല്യാണാലോചന വന്നതാണ്. എങ്ങനെയുണ്ട് പെണ്ണ്? നല്ല ഒന്നാം തരം പെണ്ണ്, MSc പഠിച്ചു, എൻജിനീയറിങ്. അതേ കോളേജിൽ തന്നെ അവൾ ടീച്ചറായി. അതിൻ്റെ അർത്ഥം നല്ല പെങ്കൊച്ചാണെന്നാണ്. ചോദിച്ചു, അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, യാതൊരു കുഴപ്പമില്ല. സ്കൂളിലെ ടീച്ചറിൻ്റെ ഒക്കെ പോയി ചോദിച്ചു, നല്ല പെണ്ണ് കേട്ടോ, ഈ നടക്കുന്നത് കാണണം കേട്ടോ, എന്ത് തലമുടി നല്ലത്, സൗന്ദര്യം നല്ലത്, നല്ല കുടുംബം, യാതൊരു കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ അറിഞ്ഞിടത്തോളം 2 കുറവുണ്ട്. ഒന്ന്, വിളിച്ചാൽ വരത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ബാക്കി എല്ലാം നല്ലതാണ്, അല്ലേ? ചിലതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ചില ദുസ്വഭാവങ്ങൾ കാണും. നല്ല സ്വഭാവങ്ങളെ സൂപ്പർസീഡ് ചെയ്യുന്ന, നശിപ്പിച്ച് കളഞ്ഞിട്ട് തല ഉയർത്തി നിൽക്കുന്ന ചില ദുസ്വഭാവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് അത് ഉണ്ടാകരുത്. അവസാനം പെണ്ണിൻ്റെ വീട്ടുകാർ വിചാരിച്ചു, എന്നാൽ ചെറുക്കൻ്റെ വീട്ടിലും പോയി ഒന്ന് അന്വേഷിക്കുക എങ്ങനെ ഉണ്ടെന്ന്. വന്നല്ലോ. അവിടെ ചെന്നിട്ട് ചോദിച്ചു, അവിടുത്തെ ചായക്കടയിൽ ചെന്ന് ചോദിച്ചു. ആമ്പിള്ളേരാകുമ്പം കുറച്ചുകൂടെയൊക്കെ അന്വേഷിക്കാൻ ചായക്കടയിലൊക്കെയാണ്. ചെന്ന് ചോദിച്ചിങ്ങനെ, അവിടെ ജോൺ സാറുണ്ടല്ലോ, ജോൺ സാറിൻ്റെ മോന് മാത്യു. അയ്യോ, നല്ല ചെറുക്കം കേട്ടോ, മോട്ടോർ സൈക്കിളിൽ പോകുന്ന പോക്ക് കാണണം, അയ്യോ നല്ല കൊച്ചൻ. ചോദിച്ചു, എങ്ങനെയുണ്ട്? യാതൊരു കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഒരു അയൽക്കാരനുണ്ടെങ്കിലും പോയി ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല കൊച്ചു, എന്താ കാര്യം? കല്യാണം ആലോചിച്ചാട്ടെ, യാതൊരു കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും കുറവുണ്ടോ? അങ്ങനെ വലിയ കുറവൊന്നുമില്ല. അവന് വർഷത്തിൽ 2 പ്രാവശ്യം തലയ്ക്ക് ഒരു അസുഖം വരും, ചെറിയൊരു കിറുക്ക് പോലെ. ഒരിക്കൽ വന്നാൽ 6 മാസം കാണുമല്ലാതെ യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിനകത്തെ കുഴപ്പങ്ങൾ നീണ്ടു നിൽക്കാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് വരാം, ചെറിയ തെറ്റുകൾ ഉണ്ടായെന്ന് വരാം. അത് നീണ്ടു നിൽക്കാൻ പാടില്ല. അതിവേഗത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നത്? ഇന്നത്തെ കാലത്ത് പാമ്പിനെ തല്ലിക്കൊല്ലാൻ പാടില്ലെന്നൊക്കെ ഉണ്ടല്ലേ? അത് കൊല്ലുന്നത് അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിനകത്തെ കുറവുകൾ തള്ളിക്കൊന്ന് ദൂരെ കളയണം. വീണ്ടും ഒരിക്കലോട് പറയുന്നു, ഇന്നത്തെ വിഷയം, ഞാനും നീയും നിത്യ ജയാളിയായിട്ട് ജീവിക്കാം. എന്താ കാര്യം? യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞതാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരോടൊപ്പം, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരോടൊപ്പം, ഇന്നും നമ്മുടെ കൂടെ, നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ, കർത്താവിൻ്റെ വരവ് വരെ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജയോത്സവത്തോടെ ജീവിക്കുവാനൊക്കും. ഞാൻ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായത്തിന് അതിനൊരു ഉദാഹരണം പറയാനാണ് കേട്ടോ. ഹല്ലേലൂയ. മോശ മിദ്യാനിലും പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മേയിക്കണമെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. അത് ചിന്തിക്കണം. വെറുതെ ആടിന് വേലക്കാരുണ്ട്, വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേലക്കാരുണ്ട്, യജമാനുണ്ട്. ഒരു കരടി വരുമ്പോൾ യജമാനെ ഇട്ടുമിച്ച് വന്നു, വേലക്കാരനെ ഇട്ടുമിച്ച് പോകും. ഇവിടെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണ്. ഇതിനടുക്കൽ ഒരു വലിയ പണക്കാരനായ ഒരു മലയാളി ഉണ്ടായിരുന്നു. അയാൾക്കൊരു ഗൺമാനും ഉണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ഗാർഡ്. പ്രശ്നമൊക്കെ വന്നപ്പം വെച്ചതാണ്. ഒരു ദിവസം കള്ളന്മാർ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ കയറി അലമാരയുടെ കീഴിൽ ഒളിച്ചു. എടുത്ത് ഇറക്കി വരാൻ പോലും ഒക്കുന്നില്ല. മറ്റേയാളുടെ സെക്യൂരിറ്റി ഗാർഡാണ്. പക്ഷേ ആ സെക്യൂരിറ്റി ഗാർഡ് വിളിച്ചു ചോദിച്ചോ, പറയാം, സാറേ എല്ലാവർക്കും ജീവനെ ഭയമില്ലയോ? അല്ലേ? അതുപോലാണ് ഒരാട്ടിടയൻ, അതിൻ്റെ ഉടമസ്ഥൻ വിട്ടിട്ട് പോകത്തില്ല. അവന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പകലായാലും രാത്രിയായാലും
യാക്കോബ് അതിനെപ്പറ്റി തൻ്റെ അമ്മായിയപ്പൻ്റെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. രാത്രിയായാലും പകലായാലും ശരി, വെയിലായാലും ശരി, തണുപ്പായാലും ശരി, മഴയാണെങ്കിലും ശരി, അതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങളുടെ മക്കളോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഒത്തിരി പേര് മക്കൾക്ക് ജന്മം കൊടുക്കും, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. കൂടുതൽ പുരുഷന്മാരും ചില സ്ത്രീകളും. ജന്മം കൊടുത്താൽ മാത്രം, പ്രസവിച്ചാൽ മാത്രം പോരാ, ജന്മം കൊടുത്താൽ മാത്രം പോരാ, അവരെ പോറ്റി പുലർത്താൻ നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മാതാപിതാക്കളാവത്തുള്ളൂ കേട്ടോ. അവൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. രണ്ട് കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഇത് പറഞ്ഞിട്ട് പറയും, അയാൾക്ക് സ്വന്തമായിട്ട് 10 ആട് പോലും ഇല്ലായിരുന്നു. ശരിയല്ല. 20 വർഷമായിട്ട് ഈ ആടുകളെ നോക്കുകയാണ്. 20 40 വർഷം, 40 വർഷമായിട്ട് നോക്കുകയാണ് അല്ലേ. അപ്പം ഒരു 6-7 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കടപ്പാടൊക്കെ തീരും. പിന്നെ ബിസിനസ് പാർട്ട്ണറാവും. അയാൾ പണക്കാരനായിരുന്നു. ദൈവം മോശയെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ധനവാനായിരുന്നു. ആ ആടിനകത്ത് അദ്ദേഹത്തിൻ്റെ ആടുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദരിദ്രനെ വിളിച്ചാണെന്ന്. ഇല്ല, ആളെ കൊണ്ടുവന്ന ആളെ സീറോ ആയി. ആളൊരു ഹീറോ ആയിരുന്നു, സീറോ ആക്കി. അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്നു. ഇനി ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നിങ്ങളെ ദൈവം വിളിക്കുന്ന സമയത്ത് പോകണം. അതേത് സമയമായാലും ശരി. നിങ്ങൾ ദരിദ്രനായിരിക്കാം, ധനവാനായിരിക്കാം, ആരോ ആയിക്കോട്ടെ. ഒരിക്കൽ ഒരാൾ ഞാനുള്ള ഒരു മീറ്റിങ്ങിനകത്ത് സാക്ഷ്യം പറഞ്ഞു. അയാൾ പറഞ്ഞ ഇടയിൽ $1 ഉണ്ടായിരുന്നു. അമേരിക്കക്കാരനാണ് അയാൾ. ആ $1 മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. മീറ്റിങ്ങിന് പോയിരിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ആര് തൻ്റെ ജീവിതം കൊടുക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായിട്ട് ചോദിച്ചു. അയാൾ പൈസ ഇല്ല, പൊടിഞ്ഞ് പാളിച്ചായി നിൽക്കുകയാണ്, ജോലിയുമില്ല. ആര് തൻ്റെ ജീവിതം കൊടുക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആര് ഇന്ന് സ്തോത്രകാഴ്ചയിടും, ആര് തങ്ങളുടെ കയ്യിലുള്ളതിടും. അദ്ദേഹത്തിൻ്റെ $1 ഉള്ളായിരുന്നു. തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയാണ്. അതെടുത്ത് അവിടെ ഇട്ടു. ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് ഏത് വർഷത്തിലായിരിക്കണം, 1900 വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് ഒരു സ്ട്രീറ്റുള്ള, ഒരു തെരുവിലുള്ള കടകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റേതാണ്. ഇത് കേട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, അന്ന് നിങ്ങൾ $1 ഇട്ടതുപോലെ ഇന്ന് ആ കടകളെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, ദൈവം പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് സമർപ്പണം. തുകയുടെ വലിപ്പത്തിലല്ല ദൈവം പറയുന്നത് അനുസരിക്കാൻ. മോശെ ദൈവം വിളിച്ചു. നിങ്ങൾ ചിലപ്പോൾ ഒരു പിയൂണായിരിക്കാം, ഒരു സെക്യൂരിറ്റി ഗാർഡായിരിക്കാം, ഒരു ക്ലർക്കായിരിക്കാം, തഹസീൽദാറായിരിക്കാം, ഒരു കളക്ടറായിരിക്കാം, ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കാം. ദൈവം നിങ്ങളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ പോകണം. നാളെ എന്ന് പറയരുത്. പോയി. ഹല്ലേലൂയ. കമ്മിറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. എവിടെയാണ് പോയത്? അയ്യോ, വരൾച്ചയുള്ള സ്ഥലത്താണ് അവൻ പോയി. വരൾച്ചയുള്ള സ്ഥലത്ത് പോയി. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ ഒരു വരൾച്ച ഉണ്ടായെന്ന് വരാം, ഒരു ക്ഷാമം ഉണ്ടായെന്ന് വരാം അല്ലേ. ഒന്നുകൂടെ വായിക്കാതെ, അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത്, ഇംഗ്ലീഷിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഈ ബാക്ക് സൈഡ് ഓഫ് ദ ഡെസേർട്ട്. മരുഭൂമി പോയി. എന്താ കാര്യം? പോച്ച തീരുമ്പം അടുത്ത സ്ഥലത്തോട്ട്, അവിടുത്തെ പോച്ച തീരുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട്. മരുഭൂമിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മരുഭൂമിയിലും അവിടെ പോച്ചയൊന്നുമില്ല, അതിൻ്റെ പുറകിലാണ്. ഈ വശത്ത് ബാക്ക് സൈഡ്. ഒരു വീടിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് അത്ര വൃത്തിയുള്ള കാര്യമല്ല. അവൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഞെരുക്കമുള്ള സമയത്ത് ദൈവം അവനെ വിളിച്ചു. നിൻ്റെ ഞെരുക്കമുണ്ടാകുന്നത് വരെ നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചിലരങ്ങനെ പറയും അല്ലേ, ഞാൻ 4 പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന് വിളിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ജോലി പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ വിളിയുണ്ടായെന്ന്. അല്ല, നിൻ്റെ ഉയർച്ചയുടെ സമയത്താകാം, താഴ്ചയുടെ സമയത്തായിരിക്കാം. ദൈവം വിളിക്കുന്ന സമയത്ത് പോകണം. താഴ്ച വരാൻ നോക്കിയിരിക്കരുത്. ഒരമ്മച്ചി എൻ്റെയൊക്കെ പറഞ്ഞാണ് എൻ്റെ മോൻ തളർന്ന് കിടക്കുക. എൻ്റെ ആഗ്രഹം വേദപുസ്തകം എടുത്ത് സുവിശേഷം പറയണമെന്നാണ്. ചുമ്മാ പറയുക. അവൻ സുഖമാണെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് കൊള്ളാം അല്ലേ, അസുഖമായി കഴിയുമ്പോൾ സാക്ഷ്യം പറയണം. പക്ഷേ നിൻ്റെ നല്ല മോനെ കൊടുക്കാൻ നീ തയ്യാറാണോ? അവൻ്റെ ബാക്ക് സൈഡ് ഓഫ് ദ ഡെസേർട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോകണം. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു. പലരും ജീവിതത്തിനകത്ത് പരാജയപ്പെടും, ശുശ്രൂഷയ്ക്കകത്ത് പരാജയപ്പെടും. എന്തുകൊണ്ടാണ് കാര്യം എന്നറിയാം? അവർ പരിശ്രമിക്കുന്നത് നിർത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്. നീ പരിശ്രമിക്കുന്നത് നിർത്തരുത്, ട്രൈ ചെയ്യുന്നത് നിർത്തരുത്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. എൻ്റെ വിഷയം തീരണം, കുറച്ച് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. അവൻ പോയി. 40 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പാർട്ട്ണറായിട്ട് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ധനവാനായി തീർന്നു. അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ചെന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പർവ്വതം ഹോരേബ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ പർവ്വതമെന്ന് പറയാൻ ഒക്കും.
കാരണം അവിടെ പലരെയും കണ്ടിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിനകത്ത് അല്ലേ. ഏലിയാവും അവിടെ വന്നതാണ്. 40 ദിവസം അവിടെ വന്ന് ക്ഷീണിച്ച് നിരാശനായി അവിടെ വന്നു. ഈ മനുഷ്യൻ എവിടെ വന്നു? ഹോരേബ് പർവ്വതം വരെ. ഹോരേബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൺസ്യൂമിങ് എന്നാണ്, ദഹിപ്പിക്കുക. നമ്മുടെയും ജീവിതത്തിനകത്ത് നമ്മുടെയും പലതും ദഹിക്കണം. നമ്മുടെ അഹങ്കാരം ദഹിച്ചു പോകണം അല്ലേ. അത് കത്തിച്ചാമ്പലായി തീരണം. എൻ്റെ ഡിഗ്രി, എൻ്റെ കഴിവ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ പാട്ട് പാടാനുള്ള കഴിവ്, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വാസ്തവത്തിൽ ചാരമായി തീരേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഞാൻ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷ വേലയ്ക്കായിട്ട് വന്നു, പിന്നെ കണ്ടിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത്, ഇന്ന കുടുംബത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം ആ കുടുംബത്തെപ്പറ്റി. ഞാൻ പറഞ്ഞില്ല. ആ കൊച്ചിനെ ഒന്ന് അഹങ്കാരം ഒന്ന് കുറയാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കറിയാം കുടുംബം വലിയ കുടുംബമാണ്. പക്ഷേ അത് നിൻ്റെ ഡിഗ്രിയായി തീരും. നിൻ്റെ ഡിഗ്രി യേശുക്രിസ്തുവിൻ്റെ രക്തമായിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാം മാത്രമായിരിക്കണം കേട്ടോ. അവൻ വന്നു, ഹല്ലേലൂയ. അവിടെ വന്നു. ഇവിടെ വെച്ചാണ് ഏലിയാവിനെ കണ്ടും വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ അവന് ആഹാരം കൊടുത്തു, ചപ്പാത്തിയും കൊടുത്തു, വെള്ളവും കൊടുത്തു. 40 പകലും 40 രാത്രിയും പോയി. ഹല്ലേലൂയ. എവിടുന്ന്? 2 നേരത്തെ ആഹാരം കൊണ്ട്. ഹല്ലേലൂയ. രാത്രി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉറങ്ങി, കാരണം അവൻ്റെ ശരീരം ക്ഷീണിക്കുമായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. വെൻ യുവർ ബോഡി വിൽ സ്പീക്ക്, ഹിയർ ഇറ്റ്. നിങ്ങളുടെ ശരീരം, പണ്ട് ഞാൻ റേഡിയോ സ്റ്റേഷനകത്ത് ഞാൻ പട്ടാളത്തിലിരിക്കുമ്പോൾ വായിച്ചതാണെന്ന് എൻ്റെ വിചാരം. അതോ സൂക്ഷിച്ചിട്ട് വിളിക്ക് ഇറങ്ങിയതിന് ശേഷമോ ഞാൻ തുടർച്ചയായിട്ട് വായിക്കുമായിരുന്നു. വെൻ യുവർ ബോഡി വിൽ സ്പീക്ക്, നിങ്ങളുടെ ശരീരം സംസാരിക്കുമ്പോൾ കേൾക്കുക. ഒരിക്കൽ ഞാൻ വളരെ തളർന്നു, ഞാൻ നിരാശനുമായി. ഒരാളെന്നെ ഹിറാഫെറി എന്ന് വിളിച്ചു. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ, എൻ്റെ കൂടെ ഇല്ല, അദ്ദേഹം എന്നെ വിളിച്ചു ഹിറാഫെറി, കളിപ്പീരുകാരൻ, കബളിപ്പിക്കുന്നവൻ, ആൾമാറാട്ടക്കാരൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാൻ നിരാശനായി. 1.5 ദിവസം ഉറങ്ങി, ഒരു പകലും മുഴുവൻ ഉറങ്ങി, ഒരു രാത്രി മുഴുവൻ ഉറങ്ങി. അടുത്ത ദിവസവും 10-11 മണി വരെ ഉറങ്ങി. വെൻ യുവർ ബോഡി വിൽ സ്പീക്ക്, ഹിയർ ഇറ്റ്. അത് തരുന്ന ഒരു സിഗ്നലായിരിക്കാം. ഹല്ലേലൂയ. എപ്പോഴും ഒരുപോലെ നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് സംസാരിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിന് ആഹാരം കൊടുത്തു, രാവിലെയും കൊടുത്തു. എന്നിട്ട് അവൻ നടന്നു 40 രാത്രി. ദൈവം നിനക്ക് ബലം തന്നാൽ നിനക്ക് ചെയ്യാനൊക്കാത്തത് ചെയ്യുവാൻ, മറ്റാരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ നിനക്ക് കൃപ തരും. അത് പ്രസംഗിക്കാനായിട്ടായിരിക്കാം, ആഹാരം പാചകം ചെയ്യുന്നതിനായിരിക്കാം, ഓടി നടക്കുന്നതിനായിരിക്കാം, ട്രാക്ട് കൊടുക്കുന്നതിനായിരിക്കാം, ഒരു ബിസിനസ് തുടങ്ങുന്നതിനായിരിക്കാം. ഏതിനെങ്കിലുമൊക്കെ ബലം തരും. ഞാൻ ഇംഗ്ലീഷിനകത്ത് ടെലിവിഷനകത്ത് പ്രസംഗിക്കുമായിരുന്നു, TV ചാനലിനകത്ത് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോഴതില്ല, ETC എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് പ്രസംഗിക്കുമായിരുന്നു. അത് കേട്ടും വെച്ച് ചില മലയാളികൾ പറഞ്ഞു, ഒരാൾ മദ്രാസിൽ നിന്ന് എഴുതിയും, ഞാനിവിടുത്തെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്, എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്, എങ്കിലും ബ്രദർ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ ഒക്കുന്നില്ല. എന്താണ് കാരണം? എനിക്കറിഞ്ഞുകൂടാ. ആ ബ്രദറിന് എങ്ങനെ ഇവിടുന്ന് ബലം കിട്ടി? എൻ്റെ ദൈവം തന്നു. നിനക്കില്ലാത്ത കഴിവ് തരുവാൻ. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ദൈവത്തിന് നിനക്ക് കഴിവ് തരാൻ കഴിയും. ഹല്ലേലൂയ. നിനക്ക് ബുദ്ധി തരുവാൻ കഴിയും, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അവനെ വിളിച്ചു മോശെ, മോശെ. 4ാമത്തെ വാക്യം, മോശെ, മോശെ എന്ന് പറഞ്ഞാൽ വരുന്ന ബോധങ്ങൾ, മോശെ, മോശെ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് മോശെ, മോശെ എന്ന് വിളിക്കാനുള്ള കാരണം? മോശെ, മോശെ എന്ന് വിളിച്ച ചിലരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ വിചാരം 6-7 പേരെ ദൈവം മോശെ, മോശെ എന്ന് വിളിച്ചിട്ടുണ്ട്. യേശുവും പിതാവേ, പിതാവേ എന്ന് വിളിച്ചു, അതങ്ങ് വിട്ടേക്കാം. മനുഷ്യരെ വിളിച്ചിട്ടുണ്ട്, പേര് വിളിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പേര് വിളിച്ചവരെ. ഒന്ന് അബ്രഹാം, അബ്രഹാം. മോശെ, മോശെ എന്ന് മോശെ വിളിച്ചു, അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഉൽപ്പത്തി 22:11 മുതൽ 13 വരെ. എന്തുകൊണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. അനുസരിക്കുന്നവനെ 2 പ്രാവശ്യം വിളിച്ചു. ഞാനും നീയും അനുസരിക്കുന്നവനാകണം. ചെയ്യാൻ പ്രയാസമുള്ളത്, മോനെ യാഗം കഴിക്കാനാണ് പറഞ്ഞത് കേട്ടോ. കൊച്ചു കാര്യം പറയാൻ എളുപ്പമാണ്. അതിൻ്റെ ആടിനെ കൊടുക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിൻ്റെ ഒരു കാളയെ കൊടുക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നിൻ്റെ കയ്യിലുള്ള രൂപ മുഴുവൻ കൊടുക്കാൻ പറഞ്ഞാലോ? നിനക്കൊരു മോളെ ഉള്ളല്ലോ, അവളെ സൂക്ഷിക്കുക. മോളെ എങ്ങനെയാണ് വിടുന്നത്? എടാ, മോളെ നേഴ്സിങ്ങിന് ചാണ്ടികറി വിടാം, അല്ലേ, ആസാമിൽ വിടാം, ജർമ്മനി വിടാം, എവിടെല്ലാം വിടുന്നു ഒറ്റയ്ക്ക്. സൂക്ഷിച്ച വേലയ്ക്ക് മാത്രം വലിയ പ്രയാസം. അനുസരിക്കാൻ പ്രയാസമുള്ളത് പറയുമ്പോൾ ഹല്ലേലൂയ. അനുസരിച്ചവനെ 2 പ്രാവശ്യം വിളിച്ചു. 2, അവൻ യാക്കോബേ, യാക്കോബേ എന്ന് വിളിച്ചു. ഉൽപ്പത്തി 46:1 മുതൽ 4 വരെ. എന്താണ് അവനോട് യോഗ്യത? മിസ്രൈമിലേക്ക് പോകാൻ ഭയപ്പെട്ടവൻ, പ്രായമുള്ള അപ്പച്ചനാണ്. മിസ്രൈമിലേക്ക് പോകാൻ ഒരു ഭയപ്പാട് യാക്കോബ. അന്നേരം ദൈവം വിളിച്ചു തൻ്റെ ദാസനെ, അനുസരിക്കുന്ന ദാസനെ, ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ദാസനെ അവൻ ഭയപ്പെടുന്ന സമയത്തും വിളിക്കും. നീ ഭയപ്പെടുകയാണോ? മുമ്പോട്ട് പോകാൻ ഭയപ്പെടുകയാണോ? സുവിശേഷ വേലയിൽ മുമ്പോട്ട് പോകാൻ ഭയപ്പെടുകയാണോ? വിശ്വാസത്തിനകത്ത് മുമ്പോട്ട് പോകാൻ ഭയപ്പെടുകയാണോ? പഠിക്കുന്നതിനകത്ത് മുമ്പോട്ട് പോകാൻ ഭയപ്പെടുക. നീ ദൈവഭക്തനാണെങ്കിൽ
അവൻ നിന്നെയും വിളിക്കുവാൻ ഇടയായിത്തീരും, നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം, അവൻ വിളിച്ചത് മോശെ മോശെ ഹല്ലേലൂയ വിളിച്ചോ, തൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞവനെ വിളിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ അടുക്കലേക്ക് വരാൻ തിരിയുന്നത് കണ്ടപ്പോൾ. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം, ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലാത്തത് കാണാനൊരാഗ്രഹം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കാണണം, നിങ്ങളുടെ ഭാവനയിൽ കാണണം. ഞാൻ ഭാവന പലതും കാണുന്ന മനുഷ്യനാണ്, അതുകൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയത്. സിനിമ ഉണ്ടാക്കണമെങ്കിൽ കണ്ടിട്ടില്ലാത്തത് കാണാനുള്ള ഭാവന ലോകത്തിൽ ജീവിക്കണം, എങ്കിലേ സിനിമ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അതുപോലെയാണ് ഞാൻ സഭ സ്ഥാപിക്കാനൊക്കും. ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്ഥാപിക്കാനൊക്കും, അതുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ സ്ഥാപിക്കാനൊക്കും. എൻ്റെ ഈ പൈസ ഇല്ലാത്ത കാലത്ത്, വളരെ ആയിരിക്കും അമേരിക്കയിൽ പോയി രൂപ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഗൾഫിലെല്ലാം രൂപ ഇല്ലാത്ത കാലത്ത് എൻ്റെ ആദ്യത്തെ സുവിശേഷ വിലക്കാരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പുസ്തകം വിറ്റിട്ടാണ്. പോയി ചോദിക്കാം, ഈ പച്ചൻ്റെയൊക്കെ ചോദിക്കാം, മാത്യു ജോർജിൻ്റെയൊക്കെ ചോദിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയുള്ളവർക്കൊക്കെ ചോദിക്കാം. അവർ പറയും പി ജി വർഗീസ് പുസ്തകം വിറ്റും വെച്ചു. ഈ പച്ചൻ കൂടെ പറയും കേട്ടോ. ഈ പി ജി വർഗീസിന് കിട്ടുന്ന ദശാംശം കിട്ടുന്ന അരിയും ഗോതമ്പുമാവും പഞ്ചസാരയും തലേ ചുമന്നുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നു ഹല്ലേലൂയ. അതുകൊണ്ട് തൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞവനെ വിളിച്ചു, തൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞവനെ എന്ന് പറഞ്ഞു. നാളെ നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. വേറെ പലരും പോയി, വേറെ ആട്ടിടയന്മാർ അവിടെ ഉണ്ടായിരുന്നു, അവരാരും തിരിഞ്ഞില്ല. വേറെ ആരും തിരിയാതെ ഇരിക്കുമ്പോൾ നീ ദൈവത്തിങ്കിലേക്ക് തിരിയണം, നിന്നെ വിളിക്കുന്ന സമയത്ത് തിരിയണം. ഹല്ലേലൂയ. ആ 10 ദിവസം കഴിയുമ്പോഴല്ല, വേറൊരാൾ പോയില്ലെന്ന് വരാം, നിൻ്റെ വലിയ പാസ്റ്റർ പോയില്ലെന്ന് വരാം, നിൻ്റെ വലിയ പട്ടക്കാരൻ പോയില്ലെന്ന് വരാം, നിങ്ങളുടെ തിരുമേനി പോയില്ലെന്ന് വരാം. ഞാൻ ആരെയും നിന്ദിച്ച് പറയുകയല്ല. ഹല്ലേലൂയ. നിൻ്റെ അപ്പച്ചൻ പോയില്ലെന്ന് വരാം, നിൻ്റെ സഹോദരൻ പോയില്ലെന്ന് വരാം. പക്ഷെ നീ പോകണം, തങ്കിലേക്ക് തിരിയണം. വചനം കേൾക്കുന്നവനെ അല്ല, തിരിയുന്നവനെ. വചനം കേട്ടാൽ പോരാ, ഒത്തിരി പേരും വചനം കേൾക്കും. 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിൽ നടുവന്നവനെ മോശെ എന്ന് വിളിച്ചു. ദൈവം അത് കാണുന്നു, നിൻ്റെ നടപ്പ് കാണും, നീ തിരിയുന്നത് കാണും, നീ കൊടുക്കുന്നത് കാണും, നീ ആരാധിക്കുന്നത് കാണും. മനുഷ്യരെ കാണിക്കാനാണോ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. അബദ്ധം പറ്റരുത് കേട്ടോ, അബദ്ധം പറ്റരുത്. എനിക്കും നിനക്കും അബദ്ധം വളരെ വേഗത്തിൽ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം, അതിന് മോശ ഞാൻ ഇതാ എന്ന് പറഞ്ഞു. ബിഹോൾഡ് ഐ എന്നാണ്. ഇതാ ഞാൻ, ബിഹോൾഡ് ഐ. വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയം തീരണം. ഹല്ലേലൂയ. അപ്പോൾ മോശ, 3-ാമത് മോശ, 1 അബ്രഹാം, 2 യാക്കോബ്, 3 മോശ, 4 ശമൂവേൽ. 1 ശമൂവേൽ 3:1 മുതൽ 10 വരെയാണ്. എന്തുകൊണ്ടാണ് ശമൂവേലിനെ വിളിക്കാൻ കാര്യം? ജീവിതകാലം മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവനെ, ദൈവത്തെ അനുസരിക്കാൻ, അത് പാസ്റ്ററാവണമെന്നില്ല, പട്ടക്കാരനാവണമെന്നില്ല, ഒരു വിശ്വാസി പോലും. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരെ, ദൈവശബ്ദം കേൾക്കാൻ കാതു തുറന്നവനെ. 2 ഗുണമാണ് നമുക്ക് ശമൂവേൽ അസാധാരണമായിട്ട് കാണുന്നത്. ജീവിതം മുഴുവൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, ഹല്ലേലൂയ, ദൈവശബ്ദം കേൾക്കാൻ കാതു തുറന്നവനെ. ദൈവശബ്ദം കേൾക്കാൻ കാത്തിരുന്നിട്ടുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കണമേ, ഇന്ന് രാവിലെ പറഞ്ഞ കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഇന്ന് നിൻ്റെ ശബ്ദം കേൾക്കുക. ഞാൻ ശബ്ദം കേൾക്കാറില്ല, പക്ഷേ ഇന്നും രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചു എനിക്ക് അറിഞ്ഞൂടാ. ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം നിൻ്റെ ശബ്ദം കേട്ടെങ്കിൽ ഒരു നന്നായിരുന്നു. ചെവിയിൽ കേട്ടിട്ടില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. 5 മാർത്തേ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെ. അവളുടെ ഗുണം എന്താണ്? വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് സഹായിപ്പാൻ ആരുമില്ലാതെ വിഷമിച്ചവളെ. ദൈവവേലയിൽ നീ കുഴഞ്ഞിരിക്കുകയാണോ? വീട്ടുവേലയിൽ നീ കുഴഞ്ഞിരിക്കുകയാണോ? അല്ല വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് നീ കുഴഞ്ഞിരിക്കുകയാണോ? കുടുംബത്തിന് വേണ്ടി നീ അധ്വാനിച്ച് കുഴഞ്ഞിരിക്കുകയാണോ? എൻ്റെ ദൈവം നിന്നെയും വിളിക്കും. വിശ്വാസിയായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. 6-ാമത്തെ കാര്യം, ശിമോനെ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിന് 31 മുതൽ 32 വരെ. ഒരു വാക്യം മാത്രം വായിക്കാം. ശമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. എന്താണ് അവൻ്റെ ഗുണം? ഹല്ലേലൂയ. അവൻ ഒരു ദിവസം തിരികെ വരും. എപ്പോഴെങ്കിലും തിരികെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് തിരിച്ചു വരുന്ന അനുഭവം വിലപ്പെട്ടതാണ്. വിചാരിച്ച ഒരാൾ പിന്മാറിപ്പോയി, ഏത് വിധത്തിലാണെന്ന് പിന്മാറുന്ന വിശദീകരിക്കുന്നില്ല, പക്ഷേ അവൻ തിരിച്ചു വരുന്നു. നിൻ്റെ അനുഭവം നിനക്ക് വേറൊരാളോട് പറയും. ഒരാൾ ഡിവോഴ്സായി, അയാൾക്ക് വേറൊരാളിനെ ഡിവോഴ്സിലേക്ക് പോകുന്ന വേറൊരാളിനെ നിനക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിൻ്റെ അനുഭവങ്ങൾ നീ നഷ്ടപ്പെടുത്തരുത്. നിൻ്റെ കണ്ണുനീര് നീ നഷ്ടപ്പെടുത്തരുത്.
അതെല്ലാം വേറൊരാളെ ആശ്വസിക്കുക. അതുകൊണ്ട് പറഞ്ഞു, ശിമോനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ തിരിച്ചു വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവർ നീ ഉറപ്പിക്കണം കേട്ടോ. നിൻ്റെ അനുഭവങ്ങൾ, നിൻ്റെ കഴിഞ്ഞ കാലത്തെ കഷ്ടങ്ങൾ, എനിക്ക് മരണ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ, ഞാൻ ഇന്ന് വരെ മരണം അനുഭവിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ കാണും, പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അനുഭവത്തിനകത്ത് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ദുഃഖം എനിക്കറിയാം, പരാജയത്തിൻ്റെ കഥ എനിക്കറിയാം, കഷ്ടപ്പാടിൻ്റെ എനിക്കറിയാം, പട്ടിണിയുടെ എനിക്കറിയാം, ദുഃഖത്തിൻ്റെ എനിക്കറിയാം, അപവാദത്തിൻ്റെ എനിക്കറിയാം, കൂട്ടുപ്രവർത്തകർ ഇട്ടിട്ട് ഇതൊക്കെ വിലപ്പെട്ട പാഠങ്ങളാണ്. ഇതെനിക്ക് വേറൊരാളെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. അടുത്തതാണ് 7ാമത്തെ കാര്യമാണ് ശൗലേ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. ഹല്ലേലൂയ. ആ മഹാപുരോഹിതന്മാരുടെ ഇന്ന് എഴുത്തുമൊക്കെ വായിച്ചുകൊണ്ട് പോവുകയാണ്. അന്നത്തെ കാലത്ത് മഹാപുരോഹിതന്മാർ 2 പേരാണ്. ഒരാളെ പാടുള്ളെന്നാ ദൈവവചനം. പക്ഷേ ഇവിടെ അമ്മായിയപ്പനും മരുമോനും കൂടെ ഒരു ബന്ധത്തിലായി, 2ആയി. ഒത്തിരി സംഘടനകൾ ഇതുപോലെയാണ്. 2 ഗ്രൂപ്പാണ്, 3 ഗ്രൂപ്പാണ്, 4 ഗ്രൂപ്പ്. അല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു ഹെഡ്, അതിൻ്റെ താഴെ ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കട്ടെ. വലിയ പ്രയാസമുള്ള കാര്യമല്ല. എനിക്ക് എൻ്റെ ലീഡറിൻ്റെ കീഴിൽ 2024 വരെ ഞാനായിരുന്നു ഏറ്റവും വലിയ ബോസ്, വലിയ ലീഡർ. എന്നാൽ 2004 വരെ 2004 ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒട്ടും പ്രയാസമില്ല. ഇപ്പോഴും എൻ്റെ ലീഡറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒട്ടും പ്രയാസമില്ല. ഞാൻ വായിക്കാം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ആരുടെയിലേക്കാണ് പോയത് നമുക്ക് അറിഞ്ഞുകൂടാ, 2 പേരുണ്ട്. ഹല്ലേലൂയ. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അവനെ വിളിക്കാൻ കാര്യം? ഈ മാർഗ്ഗക്കാരെ, ക്രിസ്ത്യാനികളെ നോക്കി പോകാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഈ മാർഗ്ഗക്കാരെ. ആദ്യകാലത്ത് ക്രിസ്ത്യാനികളുടെ പേര് മാർഗ്ഗക്കാരെന്നായിരുന്നു. ഈ മാർഗ്ഗക്കാർ, ദ പീപ്പിൾ ഓഫ് ദ വേ, അവരെയായിരുന്നു വിളിച്ചിരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ മാർഗ്ഗക്കാരായിരിക്കണം. വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്നുള്ളതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ള ഡിസൈപ്പിൾ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതാണ്. ഇച്ചിരി നീണ്ടുപോയി, ആളുകൾ വിളിച്ചതാണ്, നമ്മൾ എടുത്ത പേരല്ല, മറ്റുള്ളവർ വിളിച്ചവൻ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നവരാണ്. പക്ഷേ ഈ മാർഗ്ഗക്കാർ, നമ്മളും ഈ മാർഗ്ഗക്കാരായിരിക്കണം. ഏത് മാർഗ്ഗം? യേശുവിൻ്റെ മാർഗ്ഗം. ഇതായിരിക്കണം നമ്മുടെ. ഹല്ലേലൂയ. ദമസ്കോസിന് പോയപ്പോൾ, ഹല്ലേലൂയ, അവിടെ പല സിനഗോഗുകളുണ്ട് കേട്ടോ. ദമസ്കോസിന് സമീപിച്ചപ്പോൾ അവിടെ വളരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. 360 കിലോമീറ്റർ അവൻ നടന്നത് കേട്ടോ. ഹല്ലേലൂയ. 360 കിലോമീറ്റർ വളരെ വേഗത്തിൽ നടക്കുകയാണ്. അവിടുത്തെ അന്ന് പല വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലമായിരുന്നു. കുന്നും മരുഭൂമിയെല്ലാം കടന്നു. അവൻ വളരെ തീഷ്ണതയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച്. ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞവർ ദൈവവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ പ്രവർത്തിക്കും. എന്താ കാര്യം? പട്ടാളത്തിനകത്ത് അവരെ അങ്ങനെ പരിശീലിക്കുന്നത്. ലെഫ്റ്റ് സാറേ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടക്കാമെന്ന് പറയത്തില്ല. ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ പോകുന്നവർ. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരും. സുവിശേഷ വേലക്കാരായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് തീഷ്ണതയുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കണമെന്നില്ല, നിങ്ങളൊരു പട്ടാളക്കാരനും ആയിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ തീഷ്ണതയുള്ള വ്യക്തിയായിട്ട് മാറണം. ഹല്ലേലൂയ. അനുസരിക്കാൻ മനസ്സുള്ളവനെ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചു. അവൻ വീണവനാണ്, താഴെ വീണവനാണ്. ജീവിതത്തിനകത്ത് വീണല്ല, താഴെ വീണവൻ. ദൈവത്തിന് ശബ്ദം കേട്ടപ്പോൾ താഴെ വീണപ്പോൾ. എന്നിട്ട് അവൻ നേർവീതിയിൽ പോയാണ്. അവനെ 2 പ്രാവശ്യം വിളിച്ചു. 16-ാമത്തെ വാക്യം. എൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഒരുക്കമുള്ളവനെ. ഇതെല്ലാം നമ്മുടെ യോഗ്യതയായിരിക്കട്ടെ. ഈ പൗലോസിൻ്റെ ഷൗൽ എന്നുള്ളത് യഹൂദനാമം പേര്, പൗലോസ് എന്നുള്ളത് റോമൻ പേര്. 2 ഒരാളിൻ്റെ പേരാക്കട്ടെ. ചിലർ വിചാരിക്കും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവൻ പേര് മാറിയതാണെന്ന്. ഞാനും ആദ്യകാലത്തൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. അല്ല, അങ്ങനെ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കഷ്ടം സഹിക്കാൻ തയ്യാറുള്ളവർ, നമ്മൾ താഴെ വീഴുന്നവർ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താഴെ വീഴുന്നവർ, അവിടുന്ന് എഴുന്നേൽക്കുന്നവരായ നേർവീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ 2 പ്രാവശ്യം വിളിച്ചു. നമുക്ക് മടങ്ങിപ്പോകാം. റോമർക്ക് എഴുതിയ ലേഖനം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, മോശെ എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്താണ്? അതിന് മോശ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ബിഹോൾഡ് ഐ, ഇതാ ഞാൻ. ഇതായിരിക്കും നമ്മുടെ ഞാൻ. ആരാണെന്നറിയാമോ? ഞാൻ രാജാവിൻ്റെ മോനായിരുന്നു. എനിക്കിപ്പോൾ എത്ര ആളുണ്ടെന്നറിയാമോ? ഇല്ല. ഇതാ ഞാൻ, ഇതാ ബിഹോൾഡ്. എന്നെ കണ്ടാൽ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയല്ല, നീ പറയുന്നത് അനുസരിക്കാൻ ഞാനിവിടെ ഉണ്ടെന്നാണ്. എന്നെ ഒന്ന് നോക്കിയാലും
എൻ്റെ നോട്ടത്തിനകത്ത് ഞാൻ പണ്ട് രാജകുമാരിയുടെ മോനായിരുന്നു, അടുത്ത ചക്രവർത്തിയാകാനുള്ള മനുഷ്യനായിരുന്നു. എനിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാനിവിടെ വന്നിട്ട് എൻ്റെ അമ്മായിയപ്പൻ്റെ ആടിനെ ഞാൻ വിശ്വസ്തയോട് നോക്കുകയാണ്. എനിക്ക് എത്ര ആടുണ്ടെന്ന് ഇല്ല. നമ്മളൊരു ശൂന്യമാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനെ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. എനിക്ക് ഓർത്തു പോവുകയാണ്, ഞാൻ എപ്പോഴെല്ലാം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമായിരിക്കാം, ചെറിയ ആൾക്കൂട്ടമായിരിക്കാം. ഒരാളെൻ്റെയൊക്കെ ചോദിച്ചു, ഏറ്റവും വലിയ ആൾക്കൂട്ടം എത്ര വലിയ ആൾക്കൂട്ടത്തോട് പ്രസംഗിച്ചിട്ടുണ്ട്? 40 ലക്ഷത്തോട്. നൈജീരിയയിൽ 40 ലക്ഷം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ മീറ്റിങ്ങിന് 40 ലക്ഷം പേരോട്. ഏറ്റവും കുറഞ്ഞത് 3 പേരോട്. ഗ്വാളിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ, 3 പേര്. ആരൊക്കെ ഉണ്ടായത്? പാസ്റ്ററും ഭാര്യയും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും. അഹങ്കാരം എനിക്ക് അന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പ്രസംഗിച്ചു. കുവൈറ്റിൽ ചെന്നു. അതൊരു നല്ല കഥയാണ്. കുവൈറ്റിൽ ചെന്നു 1983. അവിടെ ചെന്നു. ആദ്യത്തെ ദിവസത്തെ മീറ്റിംഗ് വലിയ പരസ്യങ്ങളൊക്കെയാണ്. പരസ്യം എന്ന് വെച്ചാൽ അങ്ങനെ പരസ്യപ്പെടുത്താനും നോക്കത്തില്ലെങ്കിലും ചർച്ചകളിലൊക്കെ മർത്തോമ ചർച്ച, CSI ചർച്ച, ഇവാഞ്ചലിക്കൽ ചർച്ച പരസ്യം ചെയ്തു. അവരെല്ലാവരും വന്നിരിക്കുകയാണ്. കുറച്ച് യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും വന്നിരിക്കുകയാണ്. ഹാള് നിറഞ്ഞു. ഇടയാറുമുള്ള ഒരു ഷെറട്ടൺ സാമുവൽ ബ്രദറുണ്ട്, അല്ലെങ്കിൽ കോഴഞ്ചേരിലൊരു പാപ്പക്കുട്ടിയുണ്ട്. അവരുടെയൊക്കെ ചോദിച്ചാൽ മതി. അവരെല്ലാവരും വന്നിരിക്കുകയാണ്. പിന്നെയുണ്ട് ചാത്തന്നൂർ ഉണ്ട്, IPCയിലെ സെൻട്രൽ പാസ്റ്ററും ഒക്കെ. അവരൊക്കെ ചോദിച്ചാൽ മതി, അവർ പറയും. ആളുകളെല്ലാം വന്നിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. മൈക്ക് നേരം മൈക്ക് ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. അടിച്ചുകൊണ്ട് പോയേ? അവിടുത്തെ ചൗക്കിയതാർ അടിച്ചുകൊണ്ട്, ക്രിസ്ത്യാനിയല്ല, വേറൊരാളാണ് അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് മൈക്കില്ലാതെ പ്രസംഗിക്കണം. അവരൊക്കെ ചോദിച്ചാൽ മതി. വർഗീസ് എത്ര നേരം പ്രസംഗിച്ചു? എൻ്റെ ശബ്ദം ഒരു സെൻറ്റൻസ് പോലും ഞാൻ കുറച്ചില്ല. മൈക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, 3 പേരെ ഉള്ളതിലും ശരി, 1 ലക്ഷം പേരുണ്ടെങ്കിലും 40 ലക്ഷം പേരുണ്ടെങ്കിലും ഒരുപോലെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അതെല്ലാം കണ്ടു. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, അടിയൻ ഇതാ സമർപ്പിക്കുന്നു. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവ്. 5-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അടുക്കരുത്. ദൈവം വന്നിരിക്കുകയാണ്. ദൈവദൂതനല്ല, ദൈവം വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് അടുക്കരുത്. ദൈവത്തിൻ്റെ അടുക്കൽ അടുക്കാനൊക്കത്തില്ല. പറഞ്ഞു, നീ അടുക്കൽ വരരുത്, നീ അവിടെ നിന്നാട്ട്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. പഴയ നിയമത്തിൽ ചെരുപ്പഴിച്ചു കളയുക എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് ചിലർ പറയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിടണം. ഞാൻ കണ്ടിട്ട് ചിലർ പകുതി ഊരുന്നത് കണ്ടിട്ടുണ്ട്. ബഹുമാനം കാണിക്കുന്ന മുട്ടുകുത്തുന്നതിന് പകരം മുട്ടിങ്ങനെ മുടക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെ നിന്നാലും ദൈവം അത് മുട്ട് മടക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്കറിയാം. അതുകൊണ്ട് ചെരുപ്പ് കുറച്ചെങ്കിലും ഊരിയാൽ അതും ദൈവം കാണുന്നുണ്ട്. ഇവിടെ പറയുന്നത് അതല്ല. പറഞ്ഞു, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി കളയുക. അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് ഊരണമെന്നാണോ? അതിൻ്റെ അർത്ഥം, പുതിയ നിയമത്തിലെ അർത്ഥം, ചെരുപ്പ് എന്താണ്? ചത്ത മൃഗത്തിൻ്റെ തോലാണ്. പറയാണ്, നീ എൻ്റെ അടുക്കലേക്ക് അടുക്കരുത്. അടുക്കുന്നതിന് മുമ്പ് നിൻ്റെ കാലിൽ ചത്ത മൃഗത്തിൻ്റെ തോല്. ഏതെങ്കിലും പാവമുണ്ടോ? ഏതെങ്കിലും കുറവുകളുണ്ടോ? കണ്ടുപിടിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇന്ന് രാവിലെയും വേറൊരു മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മറ്റേ കയ്യിൽ കണ്ണാടി പിടിക്കണം. എന്തോ എൻ്റെ കണ്ണാടി? നിങ്ങളെ നോക്കാൻ. വായിക്കുന്നത് ഇതുപോലെയാണോ എൻ്റെ ജീവിതം പരിശോധിക്കാനാണ് വേദപുസ്തകം വായിക്കുന്നത്, അല്ലാതൊരു കടമ തീർക്കാനല്ല. ഹല്ലേലൂയ. നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പൂരി കളയുക. എവിടെയെങ്കിലും ആരോടെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും പക വെച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും അസൂയുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചെരുപ്പ് ഊരിക്കളയണം. വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു. ആരുടെ ദൈവമാണെന്ന് കേട്ടപ്പോഴാണ് ഭയം വന്നേ. ഇതാരാന്നറിയത്തില്ല, ദൈവദൂതനാരെന്ന്. പക്ഷേ ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അസാധാരണമായൊരു വാക്യം, ഒരു ഇതാണ് തേജോമയനായ ദൈവം. അതെന്തുവാണെന്ന് വാസ്തവത്തിൽ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, വേദപണ്ഡിതന്മാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അവന് സ്വന്തം വീടും നാടും എല്ലാം വിട്ടുവെച്ച് ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുവാൻ ഒരു ഭ്രാന്തനെ പോലെ, ഒരു തലയ്ക്ക് സുരതയില്ലാത്തവൻ പോകുന്നത് പോലെ പോകുവാൻ അവന് എവിടുന്ന് ബലം കിട്ടി. ആ ദൈവത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാട് കിട്ടുള്ളൂ. മോശയ്ക്കും കിട്ടി. അവൻ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു. നമ്മുടെ ദൈവം ആരാണ്? തലമുറകളുടെ ദൈവം. എൻ്റെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം. മാതാപിതാക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. പാസ്റ്റർമാരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആത്മീക മക്കൾ, ഹല്ലേലൂയ, നിങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതം വെടിപ്പുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ നോട്ടം വെടിപ്പുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ സംസാരം വെടിപ്പുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ വെടിപ്പുള്ളതായിരിക്കട്ടെ. ഒരിക്കൽ പാർലമെൻറ്റിനകത്ത് BJP ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് വാജ്പേയി, ഞാനും ലില്ലിയും കൂടെ ടെലിവിഷനകത്ത് ആ പ്രസംഗം കേട്ടു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്.
ആ ഗവൺമെൻറ് താഴെ വീഴാൻ പോവാണ്. വാജ്പേയി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ആർക്കും തൻ്റെ ഇടം ഉണ്ടായില്ല, ആർക്കും തൻ്റെ ഇടം ഉണ്ടായില്ല. ഞാൻ പറയുന്നു, ഒരിക്കൽ എൻ്റെ സംഘടനയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു. ഏതാണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആർക്ക്? എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നവരാണ്, എൻ്റെ സെക്രട്ടറിയാണ്. എന്നൊക്കെ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞോട്ടെ. എൻ്റെ രൂപയ്ക്കകത്തോ ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ ഇടപെട്ടിനകത്തോ എവിടെയെങ്കിലും തരാറുണ്ടെങ്കിൽ പറയാം. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, എങ്കിലും എൻ്റെ കൂടപ്പിറപ്പേ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാകിയാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ല ഒരു ലെഗസി, നല്ല ഒരു പാരമ്പര്യം, നല്ലൊരു സൽപ്പേര്, നല്ലൊരു കുടുംബപ്പേര്, നിങ്ങളുടെ പേര് വിട്ടിട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കും എനിക്കും ഇടയാക്കി തീർക്കട്ടെ. 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം, വിഷയത്തിൽ വരണം. അതിന് ദൈവം മോശയോട്, അവൻ്റെ പേര് ചോദിച്ചു, എനിക്ക് പേരില്ലല്ലോ, ചില ദൈവത്തിൻ്റെ ചില തരാറൊക്കെ പറഞ്ഞാണ്, പോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് പറയാണ്, അങ്ങനെ അതുകൊണ്ടൊക്കത്തില്ല. ദൈവം അതിനൊരു മറുപടി പറഞ്ഞു, ദൈവം എനിക്ക് പേരെന്തുവാന്ന് അറിയില്ല, എൻ്റെ പേരെന്തുവാ പറഞ്ഞു, അന്നേരം പേര് പറഞ്ഞു കൊടുത്താണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെ രണ്ടാമത്തെ മകൾ എബ്രായ ഭാഷ പഠിച്ചുകൊണ്ടിരുന്ന കാലം, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൾ പഴയ നിയമമാണ് കൂടുതൽ പഠിച്ചത്. അവൾ എൻ്റെ കയ്യിൽ വന്ന് ചോദിച്ചു, ഡാഡിക്ക് അറിയാമോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താകുന്നു? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ആത്മീയാർത്ഥം, ഞാൻ നിനക്ക് എന്തായിരിക്കണമോ അതാണ്. ആഹാരമായിരിക്കുമ്പോൾ ആഹാരമായിരിക്കും, ബലമായിരിക്കുമ്പോൾ ബലമായിരിക്കും, ബുദ്ധിയായിരിക്കുമ്പോൾ ബുദ്ധിയായിരിക്കും. ഏതെങ്കിലും സംസാരിക്കാൻ കൃപ വേണമെന്നുള്ളപ്പോൾ നിനക്ക് കൃപയുണ്ടാകുവാനിടയായിത്തീരും. ബിഫോർ വി കിൽ ആൻഡ് ഈറ്റ് യു എന്നൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ കാണത്തില്ല, എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് വായിച്ചാട്ടെ, നല്ലതാണ്. ഇംഗ്ലീഷിലേ കാണത്തുള്ളൂ. മലയാളത്തിൽ പണ്ട് ആരാണ്ട് പ്രസിദ്ധീകരിച്ചായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഇംഗ്ലീഷിലാണ് വായിച്ചത്. ബിഫോർ വി ഈറ്റ് ആൻഡ് കിൽ യു. ഒരു മിഷണറിയെ പിടിച്ചു. ആ മിഷണറിയെ പിടിച്ചുകൊണ്ടുവന്നു. അത് വലിയൊരു രസമാണ്. അയാളുടെ കാലയിൽ അമ്പ് ചെയ്തു. ആ അമ്പുമായിട്ട് നടക്കാൻ പറഞ്ഞു. കൊല്ലാൻ കൊണ്ടുപോവുക. ചെന്നും വെച്ച് അവരുടെ ആഫ്രിക്കയിലാണ്, ഗോത്രത്തലവൻ്റെ അടുക്കൽ നിർത്തി. പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നിടത്താണെന്ന്. ഗോത്രത്തലവൻ്റെ മുമ്പാകെ നിർത്തി. ആ ഗോത്രത്തലവൻ പറഞ്ഞു, ബിഫോർ വി ഈറ്റ് ആൻഡ് കിൽ യു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അയാൾക്ക് അത്രയും മനസ്സിലായി എന്തുവാ പറഞ്ഞത്. ഇയാളെങ്ങനെ പറയുന്നേ? ഇംഗ്ലീഷ് അവർക്കറിയത്തില്ല, അവരുടെ ഭാഷ ഇയാൾക്കും അറിയത്തില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു വടിയിട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അവരുടെ കൾച്ചറൊക്കെ അറിയാം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ വടി എടുത്തുകൊണ്ട് നിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് പറയാമെന്ന്. അയാൾ ആ വടിയെടുത്തുകൊണ്ട് സംസാരിച്ചു, അവരുടെ ഭാഷയിൽ സംസാരിച്ചു. അവരെ വിട്ടയച്ചു. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ചെല്ലുന്ന ഗോത്രക്കാരുടെ ഭാഷയിൽ ഒരിക്കൽ സംസാരിക്കാൻ കൃപയുടെ, എപ്പോഴുമല്ല ഒരിക്കലെങ്കിലും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, ഞാനാകുന്നവൻ ആരാണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് ബുദ്ധി തരാൻ, നിനക്ക് ഭാഷ തരുവാൻ, നിനക്ക് കൃപ തരുവാൻ, നിനക്കില്ലാത്ത കഴിവുകൾ തരുവാൻ, നിനക്ക് ആഹാരമില്ലാത്തപ്പോൾ ആഹാരം തരുവാൻ, നിനക്ക് ബലം തരുവാൻ, നിനക്ക് ബുദ്ധി തരുവാൻ, നിനക്ക് പരിജ്ഞാനം തരുവാൻ, ഹല്ലേലൂയ, നിനക്ക് സപ്പോർട്ടറെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു സപ്പോർട്ടറെ അന്വേഷിച്ച് പോയിട്ടില്ല. ആരെങ്കിലും തെളിവ് പറഞ്ഞാട്ടെ, എന്നെ അന്വേഷിച്ച് വന്നെന്ന് ആരെങ്കിലും പറഞ്ഞാട്ടെ. ഇല്ല, ഞാൻ കാണാൻ പോയി കാണും, അത് വേറെ. സപ്പോർട്ടർമാർ എന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ ഓഫീസിനകത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സപ്പോർട്ടർ വന്നിരുന്നു. ഞാൻ അദ്ദേഹം നിൽക്കുമ്പോൾ പറയും, ജോണോസിനെ അന്വേഷിച്ച് ഞാൻ പോയതല്ല, ബ്രയൻ ഷാണ്ടിനെ അന്വേഷിച്ച് ഞാൻ പോയതല്ല, ബാംഗ്ലൂരിലെ ഒരു സഹോദരനെ അന്വേഷിച്ച് ഞാൻ പോയതല്ല, കേരളത്തിലെ വേറൊരു സഹോദരനെ അന്വേഷിച്ച് ഞാൻ പോയത്, അവരെല്ലാവരും എന്നെ അന്വേഷിച്ച് വന്നതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ അത് പറഞ്ഞു ഓർമ്മയുണ്ട്, ഞാനാ അന്വേഷിച്ച് വന്നത്. ഞാനീ പറഞ്ഞതിനർത്ഥം പോകുന്നു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ഹല്ലേലൂയ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ എന്തായിരിക്കണമോ അതായിരിക്കും. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും എടുത്തിരുന്നു. ആരാണ് മോശ? ആട്ടിടയനാണ്. ഇതാണ് ഒരു വടി. ഇത് നല്ല വടിയാണ്, ചെത്തി മിണിക്കിയതാണ്. അന്നത്തെ കാലത്ത് ആട്ടിടയൻ്റെ വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു കമ്പാണ്, ഒരു കാട്ടുകമ്പ്. പക്ഷേ അതിൽ വലുതായിരിക്കും. പ്രധാനപ്പെട്ട ആടിടയൻ്റെ കമ്പ് വലുതായിരിക്കും. അതിൻ്റെ മേളിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമൊക്കെ കൊത്തിവെക്കും. അത് അയാളുടെ പൊസിഷനെ കാണിക്കുന്നു. അബ്രഹാം തൻ്റെ തലമുറകളുമായിട്ട് നടന്നപ്പോൾ, മക്കളില്ലല്ലോ പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വടിയായിട്ടാണ് മുമ്പേ നടക്കുന്നത്.
ആ വടി കാണുമ്പോഴേ, മുമ്പായിട്ട് നടക്കുന്ന മനുഷ്യനെ കാണുമ്പോഴേ ആളുകൾക്കറിയാം ഇയാളാണ് അതിൻ്റെ ലീഡർ, ഇയാളാണ് എൻ്റെ ക്യാപ്റ്റൻ, ഇയാളാണ് അതിൻ്റെ നയിക്കുന്ന ആളെന്നറിയാം. അതുപോലെ വഴിയിടയനും ഒരു വടി കാണാം. ഇത് പണ്ട് 4-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് മോശയുടെ വടിയായിരുന്നു. ഹല്ലേലൂയ. യഹോവനോട് നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് അന്ന് മോശയുടെ വടിയായിരുന്നു, അവൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു മോശയുടെ വടി, ഇടയൻ്റെ വടി. എന്നാൽ ഇവിടെ വായിക്കുന്നത് 20-ാം വാക്യത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വടിയെടുത്തു. ഇതാണ് സമർപ്പണം. നിൻ്റെ വടി ദൈവത്തിൻ്റെ ആയിരിക്കണം. നിൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ മകളായിരിക്കണം. നിൻ്റെ ഭർത്താവ്, എനിക്ക് ഒത്തിരി വാക്യങ്ങൾ പറയാനറിയാം, നിൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ ദാസനായിരിക്കണം. നിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകനായിരിക്കണം, ദൈവത്തിൻ്റെ ദാസനായിരിക്കണം. നിൻ്റെ മകൾ നിൻ്റേതല്ല, ആദ്യം ദൈവത്തിൻ്റെ. പണ്ട് നിൻ്റേതായിരുന്നു. നിന്നിലൂടെ ജനിച്ച മകൻ, നിന്നിലൂടെ നീ ഉണ്ടാക്കിയ സ്വത്ത്, ഇതെല്ലാം ആരുടെയാണ്? ദൈവത്തിൻ്റേതായിരിക്കണം. ദൈവത്തിൻ്റെ വടി. അങ്ങനെയുള്ള പഴയ നിയമത്തിലെ ഭക്തന് ദൈവത്തിൻ്റെ വടി. പുതിയ നിയമത്തിനകത്ത് നമുക്ക് ഏതാണ് വടി? ആ വടി കയ്യിലിരിക്കുന്ന വടിയൊന്നുമല്ല, ദൈവത്തിൻ്റെ അഭിഷേകമാണ്. യേശുക്രിസ്തു കൂടെയുണ്ടെങ്കിൽ അതാണ് അധികാരം. പഴയ നിയമത്തിൽ വടി, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം. അന്യഭാഷ പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, അത് പരിശുദ്ധാത്മ സ്നാനമാണ്. അഭിഷേകം ഉണ്ടായിരിക്കണം, നിറവുണ്ടായിരിക്കണം, അഭിഷക്തനായിരിക്കണം. അല്ല, ചിലർ പറയും ആണ്ട PJ വർഗീസ് ദൈവത്തിൻ്റെ അഭിഷക്തൻ വന്നു. ടെക്നിക്കലി സ്പീക്കിംഗ് തെറ്റാണ്. ദൈവത്തിൻ്റെ അഭിഷക്തൻ ഒരാൾ മാത്രമേ ഉള്ളൂ, മശീഹ, യേശുക്രിസ്തു മാത്രം. നമ്മളെല്ലാം അവരുടെ വേണമെങ്കിൽ അഭിഷേകം ചെയ്യാൻ തെറ്റല്ല, പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ശരിയല്ല. യേശുക്രിസ്തു മാത്രമാണ് അഭിഷക്തൻ. നാം അഭിഷക്തനിൽ നിന്നും അഭിഷേകം പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. ഇന്ന് നിന്നെ അഭിഷേകം ചെയ്തവൻ, ഇതാ അവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. എഴുതിയെടുക്കണം, നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകും. 1 യോഹന്നാൻ 4:4 നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. നിന്നിൽ ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. 2 സങ്കീർത്തനം 1:1-4 വരെ നിൻ്റെ മുകളിൽ അത്യുന്നതിൻ്റെ ചിറകിന് കീഴിലാണ് അവൻ നിനക്ക് മുകളിലുണ്ട്. നിന്നിൽ നിനക്ക് മുകളിൽ. 3 നിനക്ക് ചുറ്റും യഹോവയുടെ ദൂതൻ. സങ്കീർത്തനം 34:7. 4 യഹോവ നിൻ്റെ ഭവനത്തിന് ചുറ്റും തീമതൽ. സെക്കറിയാവ് 2:5. 5-ാമത്തെ കാര്യം, ദൈവിക സമാധാനം നിന്നിൽ. ഫിലിപ്പിയർ 4:7. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്നിൽ. 6 നിന്നെ ദൈവം തൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. യെശയ്യാവ് 49:16 എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ വരച്ചിരിക്കുക. നമ്മുടെ കയ്യിൽ ഒത്തിരി വരയില്ലയോ? ഇതുപോലെ ദൈവത്തിൻ്റെ കരത്തിൽ ഒത്തിരി കോടിക്കണക്കിന് വരകളുണ്ട്. എന്താണ് അത് കാണിക്കുന്നത്? നിൻ്റെയും എൻ്റെയും പടമാണ്. നിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ദൈവത്തിൻ്റെ കരത്തിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ആരും നിന്നെ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. യോഹന്നാൻ 10:29. 8 ദൈവത്തിൻ്റെ മകനാണ് നീ, മകളാണ് നീ. യോഹന്നാൻ 1:12. 9 യേശു നിൻ്റെ ഹൃദയത്തിലുണ്ട്. നീ യേശുവിൽ വിശ്വസിച്ച സമയം മുതൽ യേശു നിൻ്റെ ഹൃദയത്തിലുണ്ട്. എഫെസ്യർ 3:17. 10 എൻ്റെ മേൽ അവൻ്റെ ജയക്കൊടിയുണ്ട്. ഉത്തമഗീതം 2:4 അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുചെന്നു, എന്നോടൊപ്പം നടത്തി അവൻ പോയി. ഹല്ലേലൂയ. ഞാനൊരിക്കലും ഒരു രാജ്യത്ത് ചെന്നു. ഒരാൾ പറഞ്ഞു PG വർഗീസ് എപ്പോഴും പറഞ്ഞ അയാളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ അടുത്ത ആളിനെ പറ്റി പറയണോ? അപ്പുറത്തെ അവനെ പറ്റി. ഞാൻ പൗലോസ് പറയുന്ന എല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം പൗലോസിനെ പറ്റിയാണ്. അതുപോലെ ഞാനും എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ എന്നെ പറ്റിയാണ് വേറെ ആളുകളുടെ അനുഭവം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ. ഞാനൊരിക്കലും ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജകുമാരി അറിഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്നു. എൻ്റെ പുസ്തകം വായിച്ചു, അത്ഭുതങ്ങളുടെ താക്കോൽ. അവരെനിക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി. എസ്തറിൻ്റെ സദ്യപ്പടി ഞാൻ ഓർത്തുപോയി. അവിടുത്തെ പ്രമാണികളെല്ലാം, പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം വന്നിരിക്കുക. ഏകദേശം ഒരു 120-150 പേരുണ്ട്. എല്ലാവരും വന്നിരിക്കുകയാണ്, പ്രമുഖന്മാരെല്ലാവരും. രാജസദസ്, യഥാർത്ഥ രാജാവിൻ്റെ മകളാണ് അവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. അന്ന് ഞാൻ ജുബായായിട്ടിരിക്കുന്നത്, ജുബായുമൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ചെന്ന് കോട്ടയാണ്ടിരുന്നത്. ഞാനങ്ങോട്ട് കയറി ചെന്നു, ഈ നെഹ്റുവിൻ്റെ കോട്ട അതിട്ടുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞുകൊണ്ട് എന്നെ ഒരു മുറിയിലോട്ട് കയറ്റി നിർത്തി വെച്ച് പറഞ്ഞു, രാജകുമാരി വരും, രാജകുമാരി ഇവിടെ കയറിയാൽ മതി. പക്ഷേ കഴിയുമ്പോൾ രാജകുമാരി വന്നു. രാജകുമാരി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയോട്ട് കയറി വന്നപ്പോൾ ചെന്നൊക്കെ പറഞ്ഞു, വെൽക്കം ടു അവർ കിങ്ഡം, ഈ രാജ്യത്ത് വന്നതിന് വളരെ നന്ദി. എന്നിട്ട് പറഞ്ഞു വന്നാട്ടെ പോകാം. അപ്പോൾ മുമ്പേ ആർമി ജനറൽ പോയി, അതിൻ്റെ പുറകെ രാജകുമാരി ഞാനും കൂടെ ഒപ്പം നടന്നു.
ഞാൻ ആ സമയത്ത് എളിമപ്പെട്ടുപോയി. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസ് ഇതാ ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളുടെ രാജകുമാരൂടെ നടക്കുന്നു. ഹല്ലേലൂയ. അതുപോലെയാണ് ദൈവം നടക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിച്ചെന്ന് പുറകെ നടത്തിക്കൊണ്ട് പോവുകയല്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ നടത്തി. ഹല്ലേലൂയ. അവൻ എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൊടി എൻ്റെ മേലുണ്ട്. ഈ 10 ഗുണങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തിട്ട് വിശ്വസിക്കണം. ഈ ദൈവം നിങ്ങളോടുകൂടെ. യേശു പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ദൈവം നിങ്ങളുടെ കൂടെയുള്ള ദൈവം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ദൈവം, നിങ്ങൾക്ക് തീമതിലായിട്ട് നിൽക്കുന്ന ദൈവം, നിങ്ങളുടെ അകത്തുള്ള ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്ന ദൈവം. അവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ PG വർഗീസിൻ്റെ ആവശ്യമില്ല, പോൾ ദിനകരൻ്റെ ആവശ്യമില്ല, പ്രവാചകൻ വേണ്ട, ബെനിഹിൻ വരൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താണ്? ഈ 10 വാഗ്ദത്തം തന്ന പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം പ്ലസ് നീ. മനസ്സിലായോ? ഈ ദൈവവും നീയും കൂടി ഉണ്ടെങ്കിൽ സകല പ്രശ്നത്തിനും പരിഹാരം സംഭവിക്കും. അത് മതി. പ്രശ്നപരിഹാരം നീയാണ്. നീ ആരെയും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദിനകരനെ കണ്ട് പ്രാർത്ഥിപ്പിക്കരുതെന്നാണോ? ഇല്ല. ബെനിഹിൻ്റെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അവരിലായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം. ഈ പറഞ്ഞ 10 യോഗ്യതകൾ, 10 സാന്നിധ്യമുള്ള ദൈവം, അവനും നീയും കൂടി ഉണ്ടെങ്കിൽ നിൻ്റെ പ്രശ്നം പരിഹരിക്കാം. നിൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാം. ഈ ഇടയ്ക്ക് ഞങ്ങൾക്കൊരാവശ്യം വന്നു. കഴിഞ്ഞ മാസത്തിൽ 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. ഞങ്ങൾ നോക്കിയപ്പോഴാണ് ലില്ലിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ പ്രായമായി വരികയില്ലയോ. 49 വയസ്സ് കഴിഞ്ഞിട്ട് 36 വയസ്സൂടായി. 49 വയസ്സ് കഴിഞ്ഞിട്ട് 36 വർഷം കൂടായി. അതിന് എൻ്റേത് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ലില്ലിക്ക് ഇച്ചിരിയുടെ കാര്യമായിട്ടുള്ളത്. ഞങ്ങൾ ഒരു ചെറുപ്പക്കാരനായ ഒരു ഒറീസക്കാരൻ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ തലയിൽ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളുടെ കഥകൾ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചാട്ടെ. കാരണം അശുദ്ധാത്മാക്കളൊന്നും വരാൻ പാടില്ല. വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വീഴുന്നു, ലില്ലി വീണു. ചെറിയൊരു വീഴ്ച, ചെറിയ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനോ. ഞങ്ങളും പ്രാർത്ഥിച്ചു. പ്രശ്നപരിഹാരം നീയാണ്. വേറൊരാളിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം, പക്ഷേ നിൻ്റെ വിശ്വാസം അവനിലായി പോകരുത്. ഈ 10 വാഗ്ദത്തം തന്നിരിക്കുന്ന യേശുവും ദൈവവും നീയും നിൻ്റെ പ്രശ്നപരിഹാരം വഴിയാണ്. ഞാൻ ഒരു രഹസ്യം പറയാം. പിശാചിന് നിന്നെ ഭയമാണ്. അവൻ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും. അതാണ് വാർ ടാക്ടിക്. കള്ളന്മാരൊരു വീട്ടിൽ കയറുമ്പോൾ ബും 2 വെടിയൊക്കെ വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് നിനക്ക് ഭയം വരും. ഭയം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. പിശാചുമായിട്ട് യുദ്ധം ചെയ്യണം. 2010 ഡിസംബർ മാസത്തിലാണ് ഡൽഹിയിലൊരു മീറ്റിംഗ് കണക്കാണ്. എമർജിങ് ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ്, വളർന്നു വരുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്. അവിടെ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചു. ദാവീദും 5 കല്ലും ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. വേദപുസ്തകം പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം മതി. അല്ലാത്ത വിശ്വാസികൾ വായിച്ചാൽ വലുതായിട്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ പാസ്റ്റർമാർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വളരെ പ്രയോജനപ്പെടും. അച്ഛന്മാർക്ക്, ബിഷപ്പ്മാർക്ക് പ്രയോജനപ്പെടും. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വേദപുസ്തകം അറിയാവുന്നില്ല, ചില കാര്യത്തിനകത്ത് എനിക്ക് കാഴ്ചപ്പാട് കിട്ടിയിട്ടുള്ളതാണ്. ഞാനത് പ്രസംഗിച്ചു. അടുത്ത ദിവസം പറഞ്ഞു, എൻ്റെ നടത്തുന്ന ആൾ പറഞ്ഞു, നാളെ ഞങ്ങളുടെ അവസാനത്തെ ദിവസത്തെ മീറ്റിംഗാണ്, ബ്രദർ ഒന്ന് വരാമോ? പ്രസംഗിക്കാനല്ല, അത് ഞങ്ങൾ കർത്തൃമേശ എടുക്കാൻ പോവാണ്, ബ്രദർ വരാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. ലില്ലിയെ കൂടെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ലില്ലി വരാം. ഞാൻ വന്നു കഴിയുമ്പോൾ ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലിക്ക് വലിയ സന്തോഷം. എൻ്റെ ഇളയ മോൾ ഗ്രേസ് ഒന്ന് വീട്ടിലുണ്ട്, അവർക്കും വലിയ സന്തോഷം. 3 പേരും കൂടെ പോകാൻ തീരുമാനിച്ചു. ഞാൻ രാവിലെ ഷേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിന് എന്തോ അത്ര സുഖമല്ല. അല്ലേ ഞാൻ പറഞ്ഞതുപോലെ, വെൻ യുവർ ബോഡി സ്പീക്സ് ഹിയർ ഇറ്റ്, നിൻ്റെ ശരീരം പറയുമ്പോൾ. ഞാൻ പകുതി ഷേവ് ചെയ്ത് ഇവിടുത്തെ ഷേവ് ചെയ്തില്ല, കാരണം എനിക്ക് ബലമില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു, ഷർട്ട് ഇട്ടു, പാൻറ്റ് ഇട്ടു, മീറ്റിങ്ങിന് പോകണമല്ലോ. ലില്ലിയുടെ ഗ്രേഷൻ്റെയൊക്കെ പറഞ്ഞു എളുപ്പം തയ്യാറായിട്ടാ, അവരെളുപ്പം തയ്യാറാവുകയാണ്. ഞാൻ വന്നിട്ട് കസേര വെച്ച പപ്പ തന്ന ഒരു ചാരി കസേരയുണ്ട്, ആ ചാരി കസേരയിലോട്ട് ഞാൻ അങ്ങ് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധമില്ല. ലിലി വന്ന് പറഞ്ഞു പോകണ്ടായോ? ഞാൻ പറഞ്ഞു കുഞ്ഞ് എനിക്ക് പോകാൻ വയ്യ, താൻ പോ, ഗ്രേസും കൂടെ പോ. ഇല്ല ഞങ്ങൾ പോകുന്നില്ല.
ആരും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ കസേരയിൽ കിടന്നു. ആ കസേര നിങ്ങൾക്ക് കാണാം, ക്യാമറയ്ക്കകത്ത് കാണാം. അവിടെ ഞാൻ കടന്നു കഴിഞ്ഞും വെച്ച് എഴുന്നേറ്റില്ല. ആഹാരം കഴിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. കഴിച്ചെങ്കിലും ആ കസേര കിടന്നുണ്ടായിരുന്നു. ആശുപത്രി വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. 1 കിലോമീറ്ററേ ഉള്ളൂ ആശുപത്രി പോകാൻ. വണ്ടി വിളിച്ചാൽ ഓഫീസിൽ നിന്ന് വണ്ടി വരും. എങ്കിലും വിളിച്ചില്ല, എനിക്ക് എഴുന്നേക്കാൻ വയ്യ. അടുത്ത ദിവസം വണ്ടി വിളിച്ചു, ഓഫീസിൽ നിന്ന് വണ്ടി വന്നു. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എന്നെ പരിശോധിച്ചു, എൻ്റെ രക്തം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വലിയ കുഴപ്പമാണ്, നിങ്ങൾക്ക് ടൈഫോയിഡും ഡബിൾ ന്യൂമോണിയയും ടൈഫോയിഡും കൂടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂബർക്കുലോസിസാണ്, ക്ഷയരോഗമാണ്. 3 മാസം ക്ഷയരോഗത്തിൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. ഞാൻ വീട്ടിൽ വന്നു. 2ാമത്തെ ദിവസം ഡോക്ടറെ കണ്ടുമിച്ച് വന്ന് കസേര കിടക്കുകയാണ്. കസേര കിടന്നപ്പം എനിക്കൊന്ന് ചുമയ്ക്കണമെന്ന് തോന്നി. ചുമയ്ക്കാൻ നേരം ഞാൻ ഹാൻഡ് കർച്ചീഫ് എടുത്തു. ഈ ഹാൻഡ് കർച്ചീഫ് ഇതെടുത്തു. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക കാണാനായിട്ട് വല്ലപ്പോഴൊക്കെ. ഇതിനകത്തോട്ട് ഞാൻ ചുമച്ചു. പേടിച്ചു പോയി. ഒരു ഇത്രയും നുള്ളി സിന്ദൂരമെടുത്തിട്ട്, ഇന്നത്തെ സിന്ദൂരം എന്ന് പറഞ്ഞാൽ അധികം പേർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു, എറിഞ്ഞാൽ എങ്ങനെയുണ്ടോ അതുപോലെ കട്ടച്ചോര. ഡോക്ടർ പറഞ്ഞതാണ് ക്ഷയരോഗമായിരിക്കാമെന്ന്. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം. ഞാൻ വിചാരിച്ചു, ലില്ലി കാണാൻ പാടില്ല, മോള് കാണാൻ പാടില്ല, അവർ കണ്ടു കഴിഞ്ഞാൽ അവർ വിഷമിക്കും. ഞാനതുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് ഇത് കഴുകി. അവർ കാണാതെ തിരിച്ചു വന്ന് ഞാൻ കസേര കിടക്കുകയാണ്. കിടക്കെപ്പോലും പോകാനുള്ള ബലം ഉണ്ടായില്ല. പിശാചെൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടില്ല, പക്ഷേ പിശാചിനെ ഒരിക്കൽ കണ്ടു. എൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഞാൻ രൂപം കണ്ടു. എൻ്റെ വന്നു വെച്ചാൽ ഇന്ത്യ മുഴുവൻ പോകുമെന്ന് പറഞ്ഞ് നടക്കുമല്ലയോ. ഡിസംബർ മാസമാണ്. അടുത്ത വർഷത്തേക്ക് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. 2011 പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ പോകും. അങ്ങൊന്ന് കാണണം നീ പോന്നേ. നീ ക്ഷയരോഗാശുപത്രി പോയി ക്ഷയരോഗിയായിട്ട് അവിടെ വെച്ച് തീർന്നു പോത്തേ ഉള്ളൂ. ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, പിശാചേ, ഞാൻ രോഗിയാണ്, പക്ഷേ ഞാൻ സുഖമാകും, ഞാൻ എഴുന്നേക്കും, ഞാൻ നടക്കും. ഞാൻ പറഞ്ഞു കേട്ട 2011 ഇന്ത്യയിലെ 2 സ്റ്റേറ്റ് ഒഴിച്ച് ഞാൻ ബാക്കി എല്ലാ സ്റ്റേറ്റിലും പോയി പ്രസംഗിച്ചു. ഞാൻ സുഖമായി. മരുന്ന് കഴിച്ചിട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ സുഖമായി. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ എഴുന്നേറ്റു. നാഗാലാൻഡിലും മിസോറാമിലും ഒഴിച്ച് 2011 ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോയി പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടേട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ഭാവി എഴുതുന്നത്, നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എഴുതുന്നത് ഡോക്ടറല്ല, ദൈവമായിരിക്കട്ടെ. ദൈവമാണ് എഴുതുന്നത്. അത് ഈ പുസ്തകത്തിലുണ്ടാവും. ഈ പുസ്തകത്തിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. നിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്നത് ഡോക്ടറല്ല, ദൈവമാണ്. ദൈവം തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അടുത്ത വർഷം ഹല്ലേലൂയ ഞാൻ പ്ലാൻ ഇടുകയാണ്. ഈ വർഷത്തിൽ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്? 24 വടക്കേ ഇന്ത്യക്കാരെ തയ്യാറാക്കിയിട്ട് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കും. പറയാനൊക്കത്തില്ല. പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കും. എൻ്റെ പദ്ധതിയല്ല, എൻ്റെ കൂടെ എനിക്ക് എൻ്റെ സ്നേഹിതനായ ഒരു സഹോദരൻ്റെ പദ്ധതിയാണ്. ഞാൻ അതിനകത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 3 ദിവസത്തെ ക്ലാസ് എടുക്കും. അവർക്ക് വേണ്ടി ഞാൻ എഴുതിയ അത്ഭുതങ്ങളുടെ താക്കോലും മോക്ഷം കിട്ടുന്നത് എങ്ങനെയെന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം 15,000 കോപ്പി കൊടുക്കും. ഞാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഈ വർഷത്തിൽ ഞാനത് ചെയ്യും. തീർന്നില്ല. ഞങ്ങളുടെ സംഘടന ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനകത്ത് ആരൊക്കെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിനകത്ത് വന്ന 40 വയസ്സിന് താഴെയുള്ള കഴിവുള്ള, ദർശനമുള്ള, പഠിപ്പിച്ചാൽ പഠിക്കുന്നതായിട്ടുള്ള 80 പേരെ വിളിച്ചെടുത്തിട്ട് ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് 10 ദിവസം ഞാൻ അവരുടെ കൂടെ താമസിച്ച് അവരെ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ അയക്കും. PG വർഗീസ് മരിക്കും. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് എനിക്കറിയില്ല. കൂടിപ്പോയാൽ 50 വർഷം കൂടെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചു. അല്ല, ഒരു ദിവസമായിരിക്കാം, ഒരു മാസമായിരിക്കാം, ഒരു വർഷമായിരിക്കാം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് നവംബർ മാസത്തിന് ശേഷമേ മരിക്കാവൂ. നീ വരുന്നാലൊക്കെ, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നെങ്കിൽ നവംബർ മാസം. കാരണം ഈ 80 പേരെ ഞാൻ തയ്യാറാക്കി അയക്കും. PG വർഗീസ് മരിച്ചു കഴിയുമ്പോഴും വടക്കേ ഇന്ത്യ മുഴുവൻ 80 പേര് കാണണം. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ച് നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പദ്ധതി ഇടുക. നിങ്ങൾ രൂപ തരുന്നുണ്ടല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, അതിനോടാണ് ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മോളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു വടി തന്നിട്ടുണ്ട്. ഏത് വടി? അവൻ്റെ അഭിഷേകം. അത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. പോയിട്ട് പ്രസംഗിക്കണം.
അവൻ അവസരം തരും, അവസരം ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. അത് ഉപയോഗിക്കണം. ചിലർ നിന്നെ പരിഹസിച്ചെന്ന് വരാം. എന്നെ പരിഹസിച്ചിട്ടുണ്ടോ? എത്ര പേര് പരിഹസിച്ചിട്ടുണ്ട്? അല്ലെ, യൂട്യൂബിനകത്ത് പോയാൽ കാണാം എന്തെല്ലാം പരിഹസിച്ചിട്ടുണ്ട്. സാരമില്ല, പിശാച് ചിരിച്ചേക്കാം. നീ സ്വയം എഴുതി തള്ളിയാകാം. മുതുക്കായി. ചിലർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനിയും മുതുക്കായില്ലയോ, ഇനിയും പ്രായമായില്ലയോ, നിന്നെ എഴുതി തള്ളിയെന്ന് വരാം. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ചെയ്തേട്ടെ, മീഖായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. പിശാചേ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. എന്നെ കളിയാക്കുന്നവരെ, എന്നെ പരിഹസിക്കുന്നവരെ എന്നെ ചൊല്ലി കളിയാക്കരുത്. ഞാൻ വീണതാണോ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എന്നെ പരിഹസിക്കാൻ വരട്ടെ, ഞാൻ വീണെന്ന് വരാം, പക്ഷേ ഞാൻ എഴുന്നേക്കും. ഹല്ലേലൂയ. ഞാൻ അവിടെ കിടക്കത്തില്ല. ഹല്ലേലൂയ. നിനക്ക് സ്വയം തന്നെ ഒരു സെൽഫ് പിറ്റി ഉണ്ടാവരുത്. പരിതാപം, എനിക്ക് കഴിവൊന്നുമില്ല, എനിക്ക് പഠിത്തം കുറവാണ്, ഞാൻ സൂചനം പറഞ്ഞ് ആരോടും രക്ഷിക്കപ്പെടത്തില്ല, എൻ്റെ കടയൊന്നും വലുതാകത്തില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ 60 വയസ്സായപ്പോഴേ മരിച്ചതാണ്, അപ്പോൾ എനിക്ക് മരിക്കാനുള്ള സമയം ഉണ്ടായില്ല. വീഴുമെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വിളിച്ചായി. ഇരുട്ട് വന്നെന്ന് വരാം, രോഗം വന്നെന്ന് വരാം, പ്രയാസം വന്നെന്ന് വരാം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്ങൾ നിറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടമഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുക്കും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കട്രായിലായിരിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. അന്ന് ഞങ്ങളുടെ കൺവെൻഷന് പ്രസംഗിച്ചു. അന്നത്തെ കാലത്തൊക്കെ വാച്ചില്ലാത്ത കാലമായി, ഈ വേദപുസ്തകം എഴുതിയ കാലത്ത്. പിന്നെ അങ്ങനെ ഓരോരുത്തർ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളെ പഠിപ്പിച്ചു സൺ ക്ലോക്ക് ഉണ്ടാക്കാൻ. സൂര്യനെ നോക്കിയിട്ട് സൂര്യപ്രകാശം കണ്ടിട്ട് ക്ലോക്ക് ഉണ്ടാക്കാം. ഞാൻ പഠിച്ചു. ഒരു കടലാസ് എടുക്കുക, അതിനകത്തൊരു വട്ടത്തിൽ വൃത്തം വരയ്ക്കുക, നടുക്ക് ഒരു പേനായോ പെൻസിലോ ഒരു കമ്പോ ഒരു ആണിയോ കുത്തുക. എന്നിട്ട് രാവിലെ 6 മണി, നമുക്ക് 6:30 നമ്മുടെ സൂര്യൻ ഉദിക്കുമല്ലോ, അവിടെ വരുന്ന സൂര്യപ്രകാശം എവിടെയാണെന്ന് നോക്കണം. 1 ഇവിടെ, 2, 3, 4 5 തിരിച്ചാ കേട്ടോ. ക്ലോക്കിൻ്റെ പോലെ 1, 2, 3, 5, 12 നല്ല ഇടുന്നത്. ഇതുപോലെ 6 മണിക്ക് ഞാൻ ഉണ്ടാക്കി, ഒരു കടലാസിനകത്ത് ഉണ്ടാക്കി. ഇതുപോലെ ഒരു കടലാസ് എടുത്തു. ആ കടലാസിനകത്ത് ഞാൻ ആണി കുത്തി. എന്നിട്ട് 6 മണിക്ക് ഞാൻ എഴുതി, ഇതാണ് 6 മണി. 7 മണിക്ക് പപ്പായ്ക്ക് വാച്ചുള്ളതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ ഒക്കുമായിരുന്നു. 9 മണിക്ക്, 10 മണിക്ക്, 11 മണിക്ക്, 12 മണിക്ക്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. എന്നെ പഠിപ്പിച്ച സാറ് പഠിപ്പിച്ചു, 12 മണിയാവുമ്പോൾ നിഴലില്ല. ബാക്കി സംബന്ധം വഴിയുണ്ടാകും. 6 മണിക്ക് നിഴലുണ്ട്, 7 മണിക്ക് നിഴലുണ്ട്, 8 മണിക്ക് നിഴലുണ്ട്, 9 മണിക്ക് നിഴലുണ്ട്, 10 മണിക്ക് നിഴലുണ്ട്, 11 മണിക്ക് നിഴലുണ്ട്, 12 മണിക്ക് നിഴലുണ്ട്. ഒന്നും ആ സമയത്ത് നിഴലില്ല. 1 മണിക്ക് പിന്നെ ഇപ്പുറത്തോട്ട് പോകും. അങ്ങോട്ട് പോയെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? അവന് ആച്ഛാദനമില്ല. എന്ന് പറഞ്ഞാൽ അവന് നിഴലില്ല. എൻ്റെ ദൈവം എപ്പോഴും 12 മണിക്കാണ് കേട്ടോ. അവൻ നിൻ്റെ മുമ്പാകെ നിൽക്കുന്നതാ, നിൻ്റെ കൂടെ നിൽക്കുന്നതാ, നിൻ്റെ നിൽക്കുന്നത് നിഴലില്ലാതെ എന്നും നട്ടുച്ചയായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സയൻറ്റിസ്റ്റുമാർ പറയുന്നത് ഈ സൂര്യൻ്റെയൊക്കെ വെട്ടം കുറഞ്ഞു പോകുന്ന, ഈ സൂര്യൻ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർന്നു പോകുന്നു. മെഴുകുതിരി കത്തി തീരുന്നത് പോലെ സൂര്യൻ തീർന്നു പോയെന്ന് വരാം, ചന്ദ്രൻ തീർന്നു പോയെന്ന് വരാം, സകലതും തീർന്നു പോയെന്ന് വരാം. പക്ഷേ എൻ്റെ ദൈവത്തിന് ആച്ഛാദനമില്ല. ഹല്ലേലൂയ. ഇനിയും പറയുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അവന് ആച്ഛാദനമില്ലെങ്കിൽ നിൻ്റെ ബിസിനസ് ഒന്നാകും, നിൻ്റെ സഭ വലുതാകാനൊക്കും, നിൻ്റെ ഭൂമിയുടെ വിസ്താരം കൂടാനൊക്കും, നിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനൊക്കും, നിൻ്റെ 1 ഡിഗ്രി 2 ഡിഗ്രി ആയി തീരുവാൻ. കേരളത്തിന് വെളിയിലുള്ള ഒരു മലയാളി എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നു വെച്ച് പറഞ്ഞു, വർഗീസങ്ങളുടെ കൂടെ ഞാൻ കുറച്ചാൾ കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്നു. എന്നെ വന്ന് കാണത്തുമില്ല. ഞാൻ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കാണത്തേ ഉള്ളൂ. അദ്ദേഹം കുറച്ച് രൂപയൊക്കെ തരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് ബ്രദറെ, ഞാൻ ചെയ്ത ഏറ്റവും വലിയ ബിസിനസ് 20 കോടിയുടെ ആയിരുന്നു. എന്നാൽ വർഗീസ് ബ്രദറുമായിട്ട് എനിക്ക് കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, പ്രസംഗമൊക്കെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, വർഗീസ് ബ്രദറിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 100 കോടിയുടെ ഒപ്പിട്ടു. ഈ ദൈവം നിങ്ങളുടെ ദൈവം, വളർത്തുന്നവനായ ദൈവം. നിങ്ങൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്, നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്, ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. മൂവാറ്റുപുഴയുള്ള ഒരാളുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. ഒരു ഭ്രാന്തൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ക്ലിനിക്കിനകത്ത് സ്വീപ്പറായിട്ട് ക്ലീനറായിട്ട് കയറിയ മനുഷ്യൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ 3000 ചില്ലുവാനും പേര് മൂവാറ്റുപുഴ ജോലി ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴ കൊച്ചു പട്ടണമാണ്, ചെങ്ങന്നൂർ പോലൊരു പട്ടണം. നിൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിൽ. നിൻ്റെ സഭ, നിൻ്റെ വീട്, നിൻ്റെ ബിസിനസ്, നിൻ്റെ പുരോഗമനം എല്ലാം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ
ഈ വർഷത്തിൽ തീരുമാനിച്ചാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനായിട്ട്, യേശുവിൻ്റെ ശിഷ്യനായിട്ട് വളരും. അവൻ തന്നിട്ടുള്ള കൃപ വളർത്തിയെടുക്കുക, വിശ്വസിക്കുക, വ്രതം വഹിക്കുക. ഹല്ലേലൂയ. നീ, നിൻ്റെ മക്കൾ, നിൻ്റെ ബിസിനസ്, നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ കുടുംബജീവിതം, ഈ വർഷത്തിൽ നീ വലിയൊരു വൃത്തം വരയ്ക്കണം. ഈ വർഷത്തിൽ നീ വലിയൊരു വൃത്തം വരയ്ക്കണം. കുറച്ചുകൂടെ നീട്ടി പറയണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ ഒരിക്കലാട്ടെ. ദൈവത്തിലുള്ള വിശ്വാസത്താൽ സാധ്യമാണ്. ഹല്ലേലൂയ. 3 വിധത്തിൽ ദൈവം തരും. ഒന്ന്, ചോദിക്കാതെ ദൈവം തരും. മത്തായി 6:8. ചോദിക്കാതെ തരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ചോദിക്കുന്നതിന് മുമ്പേ തരും. 2, ചോദിച്ചു കഴിയുമ്പോൾ തരും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7, 8, 9 എടുക്കട്ടെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചോദിക്കുക, ആസ്ക്. ഹല്ലേലൂയ. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ചോദിക്കാതെ തരും, ചോദിക്കുമ്പോഴും തരും. ഇനി ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. 3 വിധത്തിൽ കിട്ടും. 1, ചോദിക്കാതെ തരും. 2, ചോദിക്കും. മക്കളെങ്കിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. ഇതാ 11-ാം അധ്യായത്തിൽ മത്തായി 11-ന്റെ 12-ാമത്തെ വാക്യം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഞാനും നീയും 3 വിധത്തിൽ നിന്ന് നമുക്ക് തരും. 1, ചോദിക്കാതെ തരും. സ്തോത്രം. 2, ചോദിക്കുമ്പം തരും. ചോദിക്കണം, ധൈര്യത്തോടെ ചോദിക്കണം. എന്താണ് ആവശ്യം? ആൺകൊച്ചു വേണം, പെൺകൊച്ചു വേണം, ഒരു മുറിയൂടെ വേണം, കുറച്ച് ഭൂമിയൂടെ വേണം, എൻ്റെ ബിസിനസ് വലുതാവണം, എനിക്ക് ഒരു ഡിഗ്രിയൂടെ വേണം, എനിക്ക് വിസ വേണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് എൻ്റെ സഭ വലുതാ. ചോദിക്കുക. 3-ാമത്തെ കാര്യം, ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കാം. എങ്ങനെ ബലാത്കാരമായിട്ട്? മക്കളെങ്കിൽ അവകാശികൾ. അവൻ തന്നേ ഒക്കത്തുള്ളൂ കൊച്ചാ, എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിൻ്റെ പേര് ദൈവം 2 പ്രാവശ്യം വിളിക്കത്തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ. അല്ല, നീ തന്നെ സ്വയം വിളിക്കണം, വർഗീസേ. എന്നിട്ട് പറയണം, ദൈവം നീ എന്നെ ഒന്ന് വിളിക്കണമേ. ഞാൻ കേട്ടില്ലെന്ന് വരാം, ചെവിക്കകത്ത് കേട്ടില്ലെന്ന് വരാം. പക്ഷേ കർത്താവേ, ഈ യോഗ്യത, നേരത്തെ പറഞ്ഞ 10 യോഗ്യത എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പേര് വിളിക്കുകയാണ്, അത് നീ വിളിക്കുന്നതായിരിക്കട്ടെ. നിനക്ക് ഒരു DGS ദിനകരനായി തീരുവാൻ കഴിയും. നിനക്ക് ഒരു മദർ തെരേസായി തീരുവാൻ കഴിയും. നിൻ്റെ വീട്ടിൽ, നിൻ്റെ സഭയിൽ, നിൻ്റെ ദേശത്ത്, നിൻ്റെ ഭാരതത്തിൽ ഒരു മെഗാ ചർച്ച് സ്ഥാപിക്കുവാൻ നിനക്ക് കഴിയും. വലിയൊരു ബിസിനസ് സ്ഥാപിക്കുവാൻ നിനക്ക് കഴിയും. വലിയൊരു തുക ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം നിനക്ക് കഴിയും. ഹല്ലേലൂയ. കുറേ കൂടി വലിയ ഭൂമി ഉണ്ടാക്കുവാൻ, ഒരു മുറിയൂടെ പണിയുവാൻ ദൈവം നിനക്ക് സാധിക്കും. ഒരു ഡിഗ്രി കൂടെ നേടിയെടുക്കുവാൻ നിനക്ക് കഴിയും. കുറേ കൂടി ആത്മാക്കളെ നേടുവാൻ നിനക്ക് സഹായിക്കും. ദൈവം സഹായിക്കും. നീ വിശ്വസിച്ചാൽ മതി, നീ പ്രവർത്തിച്ചാൽ മതി, അതിനുവേണ്ടി പദ്ധതികൾ ഉണ്ടാക്കിയാൽ മതി. നിൻ്റെ സ്വപ്നം ചെറുതായി പോകരുത്, നീ വരയ്ക്കുന്ന വൃത്തം ചെറുതായി പോകരുത്. ഈ വർഷത്തിൽ വലിയൊരു വൃത്തം അല്ല, അതിനേക്കാൾ വലിയൊരു വൃത്തം അല്ല, അതിനേക്കാൾ വലിയൊരു വൃത്തം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വരച്ചെടുക്കുക. കാരണം തരുന്നവൻ ദൈവമാണ്. യു പ്ലസ് ഗോഡ്, ഗോഡ് പ്ലസ് യു. നീയും ദൈവവും നീ ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിനക്ക് ബലം തരട്ടെ. പ്രാർത്ഥിക്കാൻ പോകാം. എന്താണ് നിൻ്റെ ആവശ്യം? എന്താണ് നിൻ്റെ സ്വപ്നം? ചെറിയ സ്വപ്നമല്ല, തരുന്നവൻ ദൈവമാകിയാൽ. എൻ്റെ മുറിയിൽ ഞാൻ എഴുതി തൂക്കിയിട്ടുണ്ട്, ഡോണ്ട് മേക്ക് എനി ലിറ്റിൽ പ്ലാൻസ് ഹിയർ ബിക്കോസ് ഗോഡ് ഈസ് യുവർ പാർട്ട്ണർ. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തീരുമാനം എടുക്കുമ്പോൾ, എന്തെങ്കിലും പദ്ധതി ഇടുമ്പോൾ ചെറിയ പദ്ധതി ആയി പോകത്തില്ല. ഈ വർഷം എത്ര പേരെയാണ് വിളിക്കുന്നത്? 80 പേരെ. എത്ര രൂപ ചിലവാകും? ഒത്തിരി ചിലവാകും. ദൈവം തരും. കാരണം ദൈവം എൻ്റെ പാർട്ട്ണറാണെങ്കിൽ, ദൈവം എൻ്റെ സഹപ്രവർത്തകനാണെങ്കിൽ, ദൈവം എൻ്റെ കൂട്ടാളിയാണെങ്കിൽ, അവൻ എൻ്റെ പാർട്ട്ണറാണെങ്കിൽ എൻ്റെ വൃത്തം ചെറുതായിരിക്കത്തില്ല, കഴിയുന്നത്ര വലുതായി തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചെറിയ വൃത്തം വരച്ചു പോയോ? അഴിച്ചു പണിയുക. വലിയ വൃത്തം വരയ്ക്കുക. കഴിയുന്നത്ര വലിയ വൃത്തം വരയ്ക്കുക. കുറച്ചുകൂടെ വലിയ വൃത്തം വരയ്ക്കുക നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ നടക്കാമെങ്കിൽ ദൈവം അത് ചെയ്തു തരും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം ഒപ്പാടെ മാറട്ടെ. ഞാൻ കൂടുതൽ സമയമെടുത്താൽ പ്രസംഗിച്ചതെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു കർത്താവെ. കുറച്ചുകൂടെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് അവരുടെ ജീവിതം അപ്പാടെ മാറട്ടെ, അവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വൃത്തം ചെറുതായി പോയെങ്കിൽ വലുതാവട്ടെ, കുറച്ചുകൂടെ വലുതാവട്ടെ, അല്ല ഒത്തിരി വലുതാവട്ടെ. ദൈവവും നീയും സർവശക്തനായ ദൈവവും. ദൈവം നിൻ്റെ പേര് 2 പ്രാവശ്യം വിളിക്കട്ടെ. അതിന് യോഗ്യനായിട്ട് ജീവിക്കുക. വലിയ വൃത്തം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.